ഹലോ. ആ ഇന്ന് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് പലർക്കും ടൂർണമെൻറ്റിൽ കയറാൻ അറിയത്തില്ല, കയറിക്കഴിഞ്ഞാൽ എങ്ങനെ കളിക്കാനുണ്ടെന്ന് അറിയത്തില്ല. ഗെയിം വന്നു കഴിഞ്ഞാലും കളിക്കാൻ അറിയാൻ ആരുടെയും കുഴപ്പമില്ല, അത് ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അത് രണ്ട് ടൂർണമെൻറ്റൊക്കെ കളിച്ച് കഴിയുമ്പോൾ അത് മാറും. എങ്ങനെ ടൂർണമെൻറ്റിൽ കയറുന്ന ഉള്ളതിൻ്റെ ഒരു ഞാൻ കാണിച്ചു തരാം. ഇത് ലീച്ചസിൻ്റെ എക്സാമ്പിൾ. ഇത് ലീച്ചസാണ്, ലീച്ചസിൻ്റെ ആപ്പാണ്. ഇതിനകത്ത് ഇപ്പോൾ ലീച്ചസിൻ്റെ ആപ്പ് വഴി കയറുവാണെങ്കിൽ ഇതുപോലെ കാണും, കണ്ടോ? 1 മിനിറ്റ്, 2 മിനിറ്റ്, 10 മിനിറ്റ് റാപ്പിഡ്, ഇതെല്ലാം ഇത് നമുക്ക് ഇഷ്ടമുള്ളത് കളിക്കാം, കുഴപ്പമില്ല. ഇനി അതല്ല, അപ്പോൾ അതല്ല, ഇനി തന്നെ ഇതിനകത്ത് കയറി ടൂർണമെൻ്റ് ഉണ്ട്, ക്രിയേറ്റ് ഗെയിമുണ്ട്, ടൂർണമെൻ്റ് ഉണ്ട്. നമ്മൾ ടൂർണമെൻറ്റ് ഇത് ലീച്ചസ് നടത്തുന്ന ടൂർണമെൻറ്റാണ്. ഇത് നമ്മൾ നടത്തുന്ന ടൂർണമെൻറ്റ് ലീച്ചസിൻ്റെ ടൂർണമെൻറ്റാണ്. ഇൻ പ്രോഗ്രസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെൻറ്റുകളാണ്. ഇതേ സെയിം മെത്തേഡാണ് നമ്മൾ നടത്തുന്നത്. അവരുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണ്ടി നമ്മൾ അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം സെയിം തന്നെ, അവർ തന്നെയാണ് ഇതിൻ്റെ പെയറിങ് ഇടുന്നതും എല്ലാം. അപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ എങ്ങനെയാണ് ഒരു ടൂർണമെൻറ്റ് കയറുന്നതെന്ന് കാണിച്ചു തരാം. എങ്ങനെ അത് ഒരു സെക്കൻഡ് വൺ. ഇതൊരു ടൂർണമെൻറ്റ്, അവരുടെ ഒരു ടൂർണമെൻറ്റ് ഞാൻ കയറും, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഇത് ഈ ബട്ടൺ കണ്ടോ, 4ാമത്തെ ദിവസം കണ്ടോ, അവിടെ ഇപ്പോഴൊരു ഫ്ലാഗ് വീണു. അപ്പോൾ എൻ്റെ പേര് ഇവിടെ വന്നു, കണ്ടോ? സജീവ് പാപ്പ എന്ന് പറഞ്ഞു. കാരണം ഇനി ഈ ഫ്ലാഗ് വീണിടത്ത് നമ്മളൊന്ന് ഞെക്കിയാൽ ഈ സജീവ് പാപ്പൻ്റെ എഴുതിയിരിക്കുന്നത് കണ്ടോ, അവിടെ ഫ്ലാഗ് വീണു. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടായി. ഇപ്പം നമ്മൾ ഗെയിമിലില്ല, ഔട്ടായി. ഇപ്പം നമുക്ക് വീണ്ടും റീ എൻട്രി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഏറ്റവും താഴെയുള്ള വൈന് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മെസ്സേജിൻ്റെ തൊട്ടുപുറത്തെ ആ ചെറിയ ബട്ടൺ ഞെക്കുക. നമ്മൾ ഇന്നായി. ഇപ്പം എൻ്റെ പേര് വരും ഇവിടെ. ഇപ്പോൾ ഇന്നായിട്ടുണ്ട്. മേളിൽ പേര് വന്നു, കേട്ടോ? ഇനി അങ്ങനെ ഇത് കളിക്കുന്നതിന് ഇനി വെയിറ്റ് ചെയ്യുക. ഇനി വെയിറ്റ് ചെയ്ത് ഇരിക്കുക. നമ്മളിത് ഇനി ഒന്നും ചെയ്യണം, വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് കളി വരുമ്പോൾ കണ്ടോ, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ കളി തന്നു. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് വന്ന് നമുക്ക് കളി വന്നില്ല, അപ്പോൾ ഉടൻ തന്നെ നമ്മൾ കളിക്കുക വേണ്ടി. ഇനി അപ്പോൾ എന്തോ കളിക്കും? ഇത് കളിച്ചു, കണ്ടോ? അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരിനിയും കളിച്ചില്ലെങ്കിൽ, ഒരു സമയം കഴിഞ്ഞ് കളിച്ചില്ലെങ്കിൽ നമ്മൾ ജയിക്കും. ഇപ്പോൾ അവർ കളിച്ചിട്ടുണ്ട്. ഓക്കെ 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 ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു കളി കാണിക്കുന്നതേ ഉള്ളൂ. ക്യാൻസൽ ചെയ്തു.
നമ്മൾ ടൈം ഔട്ടായി. ഓക്കെ, ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ വേണ്ട ഏറ്റവും താഴെ വേണ്ട 4 ലൈൻ കണ്ടോ, ഏറ്റവും ഇടത്തെ അറ്റത്തെ 4 ലൈൻ. ഇപ്പോൾ നമ്മുടെ ഗെയിം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കിയിരിക്കരുത്. ഈ 4 2 4 5 വരെ കണ്ടോ, അതായത് പിന്നെ ഒരു ആരോ ഉണ്ട് അതിനിപ്പുറത്തെ ഇടത്തെ ഏറ്റവും അറ്റത്തെ 5 വരയിൽ നമ്മളൊരു തമ്പ് കൊണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ബാക്ക് ടു ടൂർണമെൻറ്റ് പോസ് ഷെയർ എക്സ്പോർട്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇനി കളി തുടരണമെങ്കിൽ ഈ ബാക്ക് ടു ടൂർണമെൻറ്റ് ഞെക്കണം, മനസ്സിലായോ? ഈ ബാക്ക് ടു ടൂർണമെൻറ്റിലോട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത കളി വരും. നമുക്ക് കളി വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട ഇത് ഏതാ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൂർണമെൻറ്റ് കളിക്കുന്നതും. ഇതേ സെയിം ആണ് നമ്മുടെ ടൂർണമെൻറ്റും. ഇതുപോലെ തന്നെ നമുക്ക് എളുപ്പം കളി വരത്തില്ല. നമ്മൾ അധികം ഒത്തിരി ആൾക്കാരില്ലാത്തതുകൊണ്ട് എളുപ്പം കളി വരാത്തത്. പിന്നെ നമ്മൾ 10 മിനിറ്റ്സും ആയതുകൊണ്ട് എളുപ്പം കളി വരത്തില്ല. അപ്പോൾ കളി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ ഫ്ലാഗ് കണ്ടോ, സജീവ് പാപ്പൻ്റെ അവിടെ ഫ്ലാഗ് കണ്ടോ. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ കളിയിലില്ല, നമ്മൾ ഔട്ടാണ്. ഇത് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ ഫ്ലാഗ് ഉണ്ടോ, ഈ ഇടത്തുവശത്ത് നമ്മുടെ പേരിൻ്റെ ഇടത്തുവശത്ത് ഫ്ലാഗ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ കളിയിലില്ല, ഔട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും താഴത്തെ 1 2 3 4 4ാമത്തെ ചെറിയ ബട്ടണിൽ അമർത്തിയാൽ നമ്മൾ ഈ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മൾ കളിയിലേക്ക് ഇപ്പോൾ വരും. ഇപ്പോൾ നമ്മുടെ പേര് വരും. നമ്മുടെ പേര് വന്ന് കളി വന്നിട്ടുണ്ട്. ഞാൻ കളിക്കുന്നില്ല. ഓക്കെ, റിസൈൻ ചെയ്യുമായിരുന്നു. ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഒക്കെ കളിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത്. നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഇത് അവരുടെ ടൂർണമെൻറ്റാണ്. ഇതേ സെയിം ആണ് നമ്മുടെ ടൂർണമെൻറ്റും. അപ്പോൾ ലീച്ചസിനകത്ത് ഇനി നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇങ്ങനെയുള്ള ടൂർണമെൻറ്റിൽ കയറി കളിക്കുക. ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അപ്കമ്മിങ് ഞെക്കുവാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ടൂർണമെൻറ്റുകളാണ്. ബ്ലിറ്റ്സ് 5 മിനിറ്റ് കണ്ടോ. പിന്നെ ഇതിനകത്ത് ബർസർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് അത് മൊബൈലിനകത്തില്ല, ലാപ്ടോപ്പിനകത്ത് കളിക്കുകയാണെങ്കിൽ ബർസർക്കുണ്ട്. അപ്പം നമ്മുടെ കുറേ ടൈം ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് അത് പകുതിയായിട്ട് കുറയും. പക്ഷേ നമ്മളൊരു കളി ജയിച്ചാൽ നമുക്ക് 2 പോയിൻ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ 2ആണെങ്കിൽ 4 പോയിൻ്റ് വരും. അപ്പോൾ അങ്ങനെ ബർസക്കുണ്ട്. അത് ഈ മൊബൈലിനകത്ത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അത് ലാപ്ടോപ്പിനകത്തുണ്ട്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ കളിക്കുകയാണെങ്കിൽ നമുക്ക് ബർസക്ക് ഉണ്ട്, അലൗഡാണ്. ഇപ്പോൾ ബർസക്ക് മീൻസ് നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കളി വന്നു, നമ്മൾ കളിക്കുന്നതിന് മുമ്പ് തന്നെ ബർസക്കയിൽ ബട്ടണിൽ അമർത്തിയാൽ നമ്മുടെ 10 മിനിറ്റ് എന്നുള്ളത് നേരെ പകുതിയായി പോകും. 5 മിനിറ്റ് ആവും. ആ 5 മിനിറ്റ്സ് നമ്മൾ ഓപ്പണിനെ തോൽപ്പിക്കണം. ആ ഓപ്പണിനെ തോൽപ്പിച്ചാൽ നമുക്ക് 2 പോയിൻ്റ് കിട്ടുന്നെങ്കിൽ 4 പോയിൻ്റ് കിട്ടും. അതാണ് അതിൻ്റെ ഗുണം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടൂർണമെൻറ്റ് പിള്ളേരൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് എല്ലാം അങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാപ്ടോപ്പിൽ ഇതൊക്കെ കളിക്കുമ്പോൾ അങ്ങനെ വേണേൽ കളിക്കുക. അതിച്ചിട്ട് ഫാസ്റ്റായിട്ട് കളിക്കുന്നവരും ഫാസ്റ്റ് നെറ്റുള്ളവർക്കൊക്കെ നല്ലതാണ്. ഓക്കെ.